തലശ്ശേരി എന്ന് പറഞ്ഞാൽ 80കളുടെ ഒരു സമയമാണ്. ആ സമയം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സംഘർഷങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. കൊലപാതകങ്ങൾ അടിക്കടി നടന്നുകൊണ്ടിരിക്കുന്ന സമയം. എങ്ങനെയായിരുന്നു അതിനെ നേരിട്ടത്? അല്ല, ആക്ച്വലി എൻ്റെ പീരീഡിൽ എനിക്ക് തോന്നുന്നു 1986 ജനുവരിയിലാണ് അവിടെ ചെല്ലുന്നത്. എൻ്റെ പീരീഡിൽ CPM-ഉം BJP അല്ലെങ്കിൽ RSS ആയിട്ട് നോട്ട് ഈവൻ എ അറ്റാക്ക് ടുക്ക് പ്ലേസ്. മർഡർ എന്നല്ല, നോട്ട് ഈവൻ എൻ അറ്റാക്ക് അവർ തമ്മിലുണ്ടായിട്ടില്ല. അത് നമ്മൾ ആക്ച്വലി അവിടുത്തെ എല്ലാം ചെയ്യേണ്ടത്, അവിടെ വരുന്ന ഓഫീസർ ടോട്ടലി ഇമ്പാർഷ്യൽ ആൻഡ് ടേക്ക് സ്ട്രോങ് ആക്ഷൻ എന്നൊരു തോന്നൽ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്ന് പറഞ്ഞു. അന്ന് എസ്പെഷ്യലി നമ്മുടെ ശ്രീ K. കരുണാകരനാണ് ചീഫ് മിനിസ്റ്റർ. ഇപ്പം നമ്മൾ വളരെ ഇമ്പാർഷ്യലായിട്ടാണ് ഏത് കേസായാലും സാമാന്യം ടോട്ടലി ഇമ്പാർഷ്യലാണ്. പിന്നെ അവിടെയുള്ള ഓഫീസേഴ്സിനും അങ്ങനെയുള്ള ഓഫീസേഴ്സാണ്. അപ്പോൾ എനിക്ക് അന്ന് ഇരിട്ടിയിലൊക്കെ ഉണ്ടായിരുന്ന CI എന്ന് പറയുന്ന ഒരു രാധാകൃഷ്ണൻ നായരാണ്. സോ ഇമ്പാർഷ്യൽ. അപ്പോൾ ഇരിട്ടി അദ്ദേഹത്തിനെ പറ്റി ആകെ പരാതി ഉണ്ടായിരുന്നത് അഡ്വക്കേറ്റ്സിന് മാത്രമാണ്. കാരണം അദ്ദേഹം അവിടെ ഉള്ളിടത്തോളം കാലം അവർക്ക് സിവിൽ കേസ് പോലും കിട്ടില്ല. കാരണം എല്ലാവരും CIയുടെ അടുത്ത് വരും, എന്തായാലും ആ കേസ് പോലും ഇല്ലാതെ തീർന്നു പോകും. അങ്ങനെയുള്ള ഓഫീസർ. പിന്നെ ഹക്കിം ബത്തേരി, അദ്ദേഹമായിരുന്നു എനിക്ക് കുത്തുപറമ്പ്. അദ്ദേഹത്തിൻ്റെ കൂടെ ആക്ച്വലി അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കാസർഗോഡ് ഞാൻ ട്രെയിനിങ് ആരംഭിക്കുന്നത്. പിന്നീട് ആ ഹക്കിം ബത്തേരിയാണ് കുത്തുപറമ്പ് ഫയറിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസറായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നല്ല ഓഫീസേഴ്സായിരുന്നു. ഇവിടെ തലശ്ശേരിയിൽ എന്ന് പറഞ്ഞ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ NP ബാലകൃഷ്ണൻ, അപ്പോൾ SI നല്ല ഓഫീസേഴ്സും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും നമ്മൾ കൂടി ആക്റ്റീവാണെന്ന് കണ്ടാൽ എല്ലാവരും വളരെ നല്ല ആക്റ്റീവായിട്ട്. പിന്നെ സബ് കളക്ടറായിട്ട് AK ദുബെ ആയിരുന്നു. അപ്പോൾ വിയുടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാത്തിലും ചെന്ന വശം ഉണ്ടായൊരു അപകടം എന്ന് പറയുന്നത്, അവിടെ ജഗന്നാഥ ടെമ്പിളിൽ ഉത്സവം നടക്കുന്നതിനെപ്പറ്റി കോടതി ഓർഡറുകളുണ്ടായിരുന്നു 2 ഗ്രൂപ്പുകാർ തമ്മിൽ. എനിക്ക് അവസാനം 3-4 ഓർഡർ കിട്ടി. ഏത് ഓർഡർ അനുസരിക്കേണ്ടത് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് തന്നെ ഡിഫറെൻറ്റ് ബെഞ്ചിൻ്റെ ഓർഡേഴ്സ് വന്നപ്പോൾ ഞാൻ അവിടുത്തെ ഡിസ്ട്രിക്ട് ലീഡറോട് ഇത് ഏതോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഉത്തരം പറയാതെ മാറി. അവസാനം ഞാൻ അവിടുത്തെ ഡിസ്ട്രിക്ട് ജഡ്ജിൻ്റെ അടുത്ത് പോയി, ഇതിലേത് ഓർഡറാണ് ഞാൻ അനുസരിക്കേണ്ടതെന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും അവസാനം കിട്ടിയ ഓർഡർ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്ന് വെച്ചു. ഇപ്പോൾ 2ഉം 3ഉം സിംഗിൾ ജഡ്ജിൻ്റെ തന്നെയാണെങ്കിൽ 3ാമത്തെ ഓർഡർ ആ ഒരു ബെഞ്ചിൻ്റെ ഓർഡർ ഇടാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് നടപ്പാക്കി. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഈ ഭാരത് ബന്ദായിരുന്നു. അന്നൊക്കെ ബന്ദുകൾ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇന്നത്തെ പോലെയല്ല, അത് ഹർത്താലല്ല, ഭാരത് ബന്ദ് എന്ന് പറഞ്ഞാൽ റോഡെല്ലാം ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് വാസ്തവത്തിൽ സുമജൻ എന്ന് പറയുന്ന അയാൾ പോലീസുകാരനാണ്, പക്ഷേ എൻ്റെ കൂടെ ഡ്രൈവറായിട്ട് നിൽക്കുകയാണ്. പിന്നീട് മിസ്റ്റർ നായനാരുടെ കൂടെ 10 വർഷം അദ്ദേഹം ഗവൺമെൻറ്റായിട്ട് നിന്നിരുന്നു. മാത്രമല്ല കോടിയേരി ബാലകൃഷ്ണൻ, അന്ന് അദ്ദേഹം MLA ആണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് ഇയാളും ഇൻ്റർകാസ്റ്റ് മാരേജ് ചെയ്തത്. പിന്നീട് ഡൈവേഴ്സ് ആയെന്ന് തോന്നുന്നു. പക്ഷേ അയാളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. ഇയാളൊക്കെ വന്നിട്ട് രാത്രി നമ്മൾ ഈ കല്ല് വയ്ക്കുന്ന മാർക്സിസ്റ്റുകാരെ കൊണ്ട് തന്നെ ആ കല്ലും പറക്കി മാറ്റിക്കുമായിരുന്നു റോഡിൽ വയ്ക്കുന്നത്. അപ്പോൾ അവരുടെ ബസ്സൊക്കെ മറിഞ്ഞ് അവർക്ക് അവരുടെ സമ്മേളനത്തിന് പോകുന്ന സമയത്ത് നമ്മൾ പോയി ഹെൽപ്പ് ചെയ്ത്. അപ്പോൾ ഏതായാലും എൻ്റെ സമയത്ത് അവർ തമ്മിൽ ഒരു അടി പോലും ഉണ്ടായിരുന്ന കേസ് ഉണ്ടായില്ല എന്നുള്ളതാണ്. അന്ന് ഈ പറയുന്ന നേതാക്കന്മാരെയൊക്കെ കണ്ട് സംസാരിക്കേണ്ടി വന്നിരുന്നോ, അതോ ഈ ഒരു സ്റ്റേൺ ആക്ഷൻ കൊണ്ട് മാത്രം അത്? അതിൽ പ്രധാനമായിട്ടൊക്കെ ഉണ്ടാക്കുക എനിക്ക് തോന്നുന്നു, ഒന്ന് ശ്രീ കോടിയേരി ബാലകൃഷ്ണനാണ്, അവിടുത്തെ MLA ഒക്കെ ആയിരുന്നുണ്ട്. പിന്നെ എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, അത്ര അധികം വലിയ നേതാക്കന്മാരൊന്നും അവിടേക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഇഷ്യൂസ് അങ്ങനെ അവരുടെ പൊളിറ്റിക്കൽ ഇഷ്യൂസ് അങ്ങനെ പൊങ്ങി വരാത്തതുകൊണ്ട് അങ്ങനെ ഇഷ്യൂ ഉണ്ടാകാറില്ല. പിന്നെ ഒരു വിഷയം ഉണ്ടായിരുന്നത്, ഒന്ന് പാനൂർ PR കുറുപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ അവിടെ ഒരു കേസുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു അഡ്വക്കേറ്റിൻ്റെ ഇന്ന് ഏകദേശം അന്ന് 50 lakh rupees മറ്റോ എസ്റ്റേറ്റിൻ്റെ വിലയുടെ എന്തോ ആണ്, വലിയ എസ്റ്റേറ്റിൻ്റെ, അതിൻ്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നീട് വേറൊരു ഇഷ്യൂ ഉണ്ടായിരുന്നത്, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ജോയിൻറ്റ് രജിസ്ട്രാർ, അതൊരു മുസ്ലിം നെയിമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഇന്നത്തെ മുഖ്യമന്ത്രിയും അവരുടെ ടീമും ചേർന്ന് ആക്രമിച്ച് അദ്ദേഹത്തിൻ്റെ പലമൊക്കെ പോയി.
അപ്പോൾ അതൊരു സീരിയസ് ഒഫൻസാണ്. ഞങ്ങൾ ഗ്രേ ക്രൈം എന്ന് പറയും, ഗ്രേ ക്രൈം റിപ്പോർട്ട് വേണം അതിന്. അപ്പോൾ അതിൻ്റെ ഇതിനൊക്കെ അപ്പോൾ ഹക്കീം ബത്തേരിയാണ് അത് അന്വേഷിക്കുന്നത്. അപ്പോൾ ഈ മിസ്റ്റർ പിണറായി വിജയൻ വാസ് ആൻ അക്യൂസ്ഡ് ഇൻ ദാറ്റ്. അത് കേസായില്ലേ എന്നിട്ട്? അതോ ആയി ആ ചാർജ് കൊടുത്തതാണ്. ഞാൻ പോന്നിട്ടായിരിക്കും ഒരു പക്ഷേ ചാർജ് കൊടുത്തത്. അപ്പോൾ അതിന് കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കുറേ നാൾ മാറി എന്ന് തോന്നുന്നു, ഒരു 1-1.5 മാസമൊക്കെ. തുടർന്നാണോ സാറ് SP? അല്ല, പിന്നീട് ഞാൻ അവിടെ നിന്ന് പിന്നീട് ASP എന്നെ ചില ഇഷ്യൂസ് അവിടെ ഉണ്ടായിരുന്നതിന് തുടർന്ന് എനിക്ക് തോന്നുന്നു കരുണാകരൻ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട് കാണില്ല. സാറ് തുടക്കകാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ആളായിട്ടാണ് അറിയുന്നത്? അല്ലല്ല, അന്ന് അതിൻ്റെ അല്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ശരിക്കും തലശ്ശേരിയിൽ ഞാൻ ഇന്ന് എഴുതിയതിൽ ഒരു പാട്ടാണത്. തലശ്ശേരിയിൽ ഞാനും RSS ആയിട്ടൊരു ഇഷ്യൂ ഉണ്ടായി. അത് ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പോൾ തലശ്ശേരിയിൽ ഇപ്പം നവരാത്രി നടക്കുന്നു. പൂജാ ദിനത്തിൻ്റെ അന്നൊക്കെ ഈ പൂജയുടെ അന്ന് എന്ത് ചെയ്യുന്നു, പോലീസ് സ്റ്റേഷനിൽ വെപ്പൺസ് എല്ലാം പൂജയ്ക്ക് വെച്ച് അന്നാണ് നാട്ടുകാർ പോലീസ് സ്റ്റേഷനിൽ ഒരു പേടിയില്ലാതെ എല്ലാം കയറി ഇറങ്ങുന്നത്. 100 കണക്കിന് ആൾക്കാർ പോലീസ് സ്റ്റേഷനിൽ വന്ന് എല്ലാം കാണാനായിട്ട് വരും. അതുപോലെ അവിടുത്തെ ഓട്ടോ സ്റ്റാൻഡ് ഇല്ല, ടാക്സി സ്റ്റാൻഡിലെല്ലാം അലങ്കരിച്ച് എല്ലാം ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞ് നബിദിനം, ഇതൊക്കെ കഴിഞ്ഞ് നബിദിനം വന്ന സമയത്ത് അപ്പോൾ അവിടുത്തെ മുസ്ലിം വിഭാഗക്കാർ വന്ന് പറഞ്ഞു, ഞങ്ങളിവിടെ ന്യൂ മാഹി, ഇപ്പോൾ അത് കണ്ടറിയാത്ത വിധം മാറിയെന്ന് തോന്നുന്നു. അന്ന് വളരെ ചെറിയൊരു സ്ഥലം, മാഹിയുടെ തൊട്ടപ്പുറത്ത് പാലത്തിൻ്റെ അറ്റം ചെന്ന് കയറുന്ന സ്ഥലമാണ് ന്യൂ മാഹി എന്ന് പറയുന്നത്. അവിടെ അരി വിതരണം നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു അത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞു. ഇവരറിഞ്ഞിട്ട് നടത്താൻ പാടില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇവരോട് 2 വീട്ടുകാരോടും പറഞ്ഞു, നോക്കുക അത് നടത്തട്ടെ. കാരണം അപ്പോൾ ഞാൻ ഇവരോട് വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ നിങ്ങളുടെ ആഘോഷങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അവരുടെ നബിദിനായിട്ട് അരി വിതരണം ആവശ്യമുള്ളവർ പോയി വാങ്ങിച്ചാൽ മതി, അവർക്കാണ് കൊടുക്കുന്നത്, കൊടുക്കട്ടെ. അപ്പോൾ അവർ അതിനെപ്പറ്റി എതിർത്ത് അതിനൊരു ഇതുണ്ടായി. അപ്പോൾ ഒരു കൺസിലിയേറ്ററി മീറ്റിംഗ് ദുബൈ വിളിച്ചു, ദുബൈയുടെ ഓഫീസിൽ. അപ്പോൾ അതിൽ ചിലർ ഭയങ്കര ഇതായിട്ട് സംഘർഷമൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞപ്പോൾ ഒരാളെ പിടിച്ചുകൊണ്ട് പോയി അപ്പുറത്ത് നിന്നിട്ട് വളരെ റാഷായിട്ട് തന്നെ അയാളോട് പറഞ്ഞു, ഞങ്ങൾ ഇത് നടത്തിയിരിക്കും, അങ്ങനെയൊന്നും. കാരണം അയാളോട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി, അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം മുതൽ നിങ്ങൾക്കും നടത്താൻ പറ്റില്ല. കാരണം ഈ അവരെതിർത്താൽ പിന്നെ ഒബിയസായിട്ട് നമുക്ക് ഒരാൾക്ക് മാത്രമായിട്ട് അനുവദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കിതൊരു കേസ് ഫയൽ ചെയ്തു. ആ കേസ് അപ്പോൾ എനിക്കിത് നമ്മൾ വളരെ പുതിയതായതുകൊണ്ട് ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്നറിയില്ല. അപ്പോൾ അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറോട് പറഞ്ഞു ഇങ്ങനെ എന്നെ ഡിഫെൻഡ് ചെയ്യണം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരോ പറഞ്ഞു ഈ അക്യൂസ്ഡിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ കേസിൽ അവർക്ക് പറ്റില്ല, നമ്മൾ പ്രൈവറ്റ് അഡ്വക്കേറ്റിനെ വയ്ക്കണം. എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോരാറായപ്പോഴേക്കും കേസിൽ ബെയിലൊക്കെ എടുത്തു. ബെയിലൊക്കെ എടുത്തു കഴിഞ്ഞ് ആ കേസ് അതുപോലെ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്നോട് പറഞ്ഞു ഡിസ്ട്രിക്ട് കോടതിയിൽ കൊടുത്താൽ മതി, അത് ക്ലിയർ ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഡിസ്ട്രിക്ട് കോടതിയിൽ ഒരു പെറ്റീഷൻ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ഞാൻ കമാൻഡൻ്റായിട്ട് APTC എന്ന് പറയുന്ന ഇപ്പം കേപ്പയുടെ അവിടെയുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞാൻ ആലപ്പുഴ SP ആയിട്ട് വന്നു. ആലപ്പുഴ SP ആയിട്ട് വരുമ്പോൾ അന്ന് മാർക്സിസ്റ്റ് ഭരണമാണ്. കാരണം 87-ലാണ് ഞാൻ അവിടെ നിന്ന് വരുന്നത്. 87-ൽ ഈ ഞാൻ തലശ്ശേരിയിൽ നിന്ന് കുറച്ച് നാൾ കണ്ണൂർ ASP സ്പെഷ്യൽ ബ്രാഞ്ചായിട്ട് പോകേണ്ട വന്നു. കാരണം എന്നെ കുറച്ച് നാൾ പോസ്റ്റിംഗ് ഇല്ലാതെ നിർത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ പോസ്റ്റ് ചെയ്ത് ഒരു പക്ഷേ ഈ ഇൻസിഡൻ്റ് ആയിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തുകൊണ്ടോ എന്നെ മാറ്റി. ആ ഇടയ്ക്കാണ് എൻ്റെ മാരേജും നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ കണ്ണൂർ പോയി. അപ്പോൾ അത് കണ്ണൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ എന്നെ APTC കമാൻഡൻ്റ് ആക്കുന്നത്. അവിടെ നിന്ന് തിരിച്ച് ആലപ്പുഴയിൽ SP ആയിട്ട് വന്നു. അവിടെ SP ആയിട്ട് വന്ന് വശം അന്ന് ആരവരുടെ ഡിസ്ട്രിക്ട് സെക്രട്ടറി എന്ന് എനിക്ക് ഓർമ്മയൊന്നുമില്ല. ഏതായാലും അവിടെ ഒരു മർഡർ നടന്നായിരുന്നു. ഞാൻ വരുന്നതിന് മുമ്പാണ്. ഇപ്പോൾ കുട്ടനാട് മേഖലയിൽ പുളിങ്കുന്ന് അവിടെ അങ്ങാണ്ടെന്ന് തോന്നുന്നൊരു മർഡർ നടന്നിട്ട് വലിയ രസമുണ്ടായതെന്ന് വെച്ചാൽ ഈ വിളിച്ച ആളെ എന്നോട് പറയുകയാണ്. അപ്പോൾ അവിടെ നിന്ന് വളരെ നല്ലൊരു DYSP ഹാരി സേവ്യർ എന്ന് പറഞ്ഞു, അങ്ങേരാണ് ആ കേസിൻ്റെ സൂപ്പർവിഷൻ നടത്തുന്നത്. വളരെ അത്ര നല്ലൊരു DYSP ആണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അവിടെ കുറേ ചെരുപ്പുകൾ കിട്ടിയായിരുന്നു. അപ്പോൾ അക്യൂസിൻ്റെ ഓടിപ്പോയപ്പോഴുള്ള ചെരുപ്പുകളാണ്. ഈ വിളിക്കുന്ന ആൾ എന്നോട് പറഞ്ഞു അത് അക്യൂസ്ഡ് അല്ല, അത് സാക്ഷികളാണ്, അവരവിടെ ഈ മർഡർ കണ്ടിട്ട് ഓടിപ്പോയതാണെന്ന്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചുപോയി. കാരണം എന്ന് വെച്ചാൽ
ഒരു ഡിസ്ട്രിക്ട് കമ്മിറ്റി സെക്രട്ടറി വിളിച്ചിട്ട് എസ് പിയോട് പറയുകയാണ് അവിടെ മർഡർ അക്യൂസ്ഡ് നിൽക്കുന്നവരെല്ലാം സാക്ഷികൾ. അപ്പം ഞാൻ വെറുതെ ചിരിച്ചുള്ള അങ്ങനെ ഫോൺ വെച്ചു. ഏതായാലും നമ്മുടെ കേസ് അങ്ങനെ തുടർന്നപ്പോൾ 1.5 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ആലപ്പുഴയിൽ നിന്ന് മാറ്റി. അപ്പോൾ കൊല്ലത്തെ എസ് പി എന്നെയും പരസ്പരം മാറ്റി. കൊല്ലത്ത് ഞാൻ ആക്ച്വലി ചാർജ് എടുത്ത ദിവസം തന്നെ രാത്രി ഒരു മെസ്സേജ് പറഞ്ഞു കുളത്തുപുഴ. എനിക്കന്ന് കൊല്ലം അറിയില്ല ആക്ച്വലി. ഐ ഡോണ്ട് നോ എനി പ്ലേസ് ഇൻ കൊല്ലം. കുളത്തുപുഴയിൽ ഒരു വീടിന് തീ വെച്ചു. അപ്പോൾ തീ വയ്ക്കപ്പെട്ട വീട് അത് ഓല വീടാണ്. അപ്പോൾ തീ വയ്ക്കപ്പെട്ട വീട് മാർക്സിസ്റ്റുകാരനെയാണ്, വെച്ചിരിക്കുന്നത് കോൺഗ്രസ്സുകാരാണെന്നുള്ളത്. ഏതായാലും ഞാൻ രാത്രി തന്നെ അവിടെ പോയി. അത് കഴിഞ്ഞ് ഫോറൻസിക്കാരെ എല്ലാം വിളിപ്പിച്ച് പിറ്റേ ദിവസം കാലത്ത് ഫോറൻസിക്കാർ നോക്കിയ സമയത്ത് ഇത് അകത്തുനിന്ന് തീ വെച്ചിരിക്കുന്നതാണ്, പുറത്തുനിന്നല്ല തീ വന്നതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് പറഞ്ഞപ്പോൾ വീണ്ടും ഇവർക്ക് വലിയ വിഷമമായി. കാരണം ഇയാളപ്പോൾ കോൺഗ്രസ്സുകാരൻ്റെ ആളാണ്. കാരണം അവർ വലിയൊരു ഇഷ്യൂ ആയിട്ട് ടേക്കപ്പ് ചെയ്യാൻ, അവരുടെ ഭരണമാണ് ടേക്കപ്പ് ചെയ്യാൻ നടന്നത്. പോലീസ് പറയുന്ന അകത്തുനിന്ന് തീ വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഇഷ്യൂ ഉണ്ടായി. എനിക്ക് തോന്നി അടുത്ത ട്രാൻസ്ഫർ വരുന്നു എന്ന് പറഞ്ഞ സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഈ തലശ്ശേരിയിൽ ഞാൻ കൊടുത്തിരുന്ന ഡിസ്ട്രിക്ട് കോടതിയിൽ കൊടുത്തിരുന്ന പെറ്റീഷൻ ഉണ്ടല്ലോ, അത് തള്ളിയിൽ ഒരു മാരാർ എന്ന അവസാനം വരുന്ന ഒരു ഡിസ്ട്രിക്ട് ജഡ്ജാണ് തള്ളിയത്. അപ്പോൾ തള്ളിയിൽ അതിൽ എഴുതിയിരിക്കുന്ന റീസൺ എന്തെന്ന് വെച്ചാൽ, അറ്റൻഡിങ് എ പീസ് കോൺഫറൻസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ഡ്യൂട്ടി ഓഫ് ദ ASP എന്ന്. അതായത് ഒരു സമാധാന സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ASPയുടെ ജോലിയുടെ ഭാഗമല്ല എന്ന്. പിന്നെ എന്താണ് സമാധാനം ഉണ്ടാക്കലല്ലാതെ വേറെ എന്താണ് ASP ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷേ അതിൽ വേറെ കാര്യം കൊണ്ട് ചെയ്തതാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഭാഗത്താണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ പാർട്ടിക്കാരൊക്കെ വിചാരിച്ചു വേണം ഇവനിപ്പോൾ ഇങ്ങനത്തെ ഉള്ളവരാണ്. അത് പിന്നെ ഞാൻ ഹൈക്കോടതിയിൽ പോയിട്ട് ആദ്യം സ്റ്റേ ചെയ്ത് പിന്നെ കോഷ് ചെയ്തു. അപ്പോൾ അത് അങ്ങനെയുള്ള ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ അവിടെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോഴാണ് പെരുമൺ ട്രെയിൻ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ പെരുമൺ ട്രെയിൻ ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ആക്ച്വലി ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് പോലീസിൻ്റെ പൊതുവെ പ്രവർത്തനം വളരെ ഇതായതുകൊണ്ട് എനിക്ക് തോന്നുന്നു എല്ലാ പോലീസുകാർക്കും ക്യാഷ് റിവാർഡ് ഗവൺമെൻറ് പ്രഖ്യാപിച്ച് കൊടുത്ത ഒരു സമയമാണ്. അങ്ങനെ എല്ലാവരും അപ്പോൾ അതായത് അവിടെ നിന്ന് ഒരു കുട പോലും ആക്ച്വലി മിസ്സിങ് ആയിട്ട് ആൾക്കാരുടെ പോയില്ല. ഈ 105 പേര് മരിക്കുകയും ബാക്കിയൊക്കെ ചെയ്തു. അപ്പോൾ ഞാനൊക്കെ അവിടെ 10 ദിവസം അവിടെ തന്നെയായിരുന്നു ഈ ആക്സിഡൻറ്റ് നടന്ന സൈറ്റിൽ. അങ്ങനെ പോലീസിൻ്റെ പ്രവർത്തനം അത്ര ഇതായതുകൊണ്ട് ഞാൻ അവിടെ റൂട്ട് വെച്ച പോലെ അവിടെ നിന്നുപോയി. പിന്നെ വരുന്ന ഏകദേശം 3.25 കൊല്ലം അവിടെ തന്നെയായിരുന്നു.